IAS ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂൾ 9 കുറിച്ചാണ്. റൂൾ 9 എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാര്യമായിട്ട് അറിയേണ്ടത്. ഒന്ന് വെൻ, അതായത് എപ്പോൾ ചെയ്യണം, പിന്നെ ഹൗ ടു ഡു, എങ്ങനെ ചെയ്യണം. രണ്ട് കാര്യം നമുക്ക് അറിയണം. അപ്പോൾ എപ്പോൾ ചെയ്യണം എന്ന് പറയുന്നത് ചില ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ നമുക്ക് തിരിയും ഇത് റൂൾ 9 ക്വസ്റ്റ്യൻ ആണെന്ന്. നമുക്ക് നോക്കാം. അതായത് അതിൻ്റെ കണ്ടീഷൻ പറയുന്നത് നമുക്ക് ഡിവിഡൻഡ് ഡിവൈസർ നോക്കുന്ന സമയത്ത് ആദ്യത്തെ രണ്ട് ഡിജിറ്റ് സെയിം ആയിരിക്കണം. ഇവിടെ കാണിക്കും സെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ രണ്ട് ഡിജിറ്റുകൾ തമ്മിൽ സെയിം ആയിരിക്കണം. പിന്നെ എപ്പോഴും ഓർമ്മിക്കുക, ഡിവിഷനിൽ നമുക്ക് ഡിവൈസ് എന്നാണ് ഇമ്പോർട്ടൻ്റ്. അങ്ങനെയാണെങ്കിൽ ഡിവൈസറിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ് എന്തായിരിക്കണം? ഡിവിഡൻഡിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റിനേക്കാൾ വലുതായിരിക്കണം. ഇവിടെ നോക്കാം, നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കാം, ഫസ്റ്റ് നോക്കാം, ആദ്യത്തെ രണ്ട് ഡിജിറ്റുകൾ തമ്മിൽ ഈക്വൽ ആണ് അല്ലെ. ഡിവിഡൻഡിൻ്റെ ആദ്യത്തെ ഡിജിറ്റും ഡിവൈസറിൻ്റെ ആദ്യത്തെ ഡിജിറ്റും 2 ആണ്, ഈക്വൽ ആണ്. അങ്ങനെ ആയാൽ നോക്കാം, ഡിവൈസറിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ് വലുതാണോ എന്ന് ചെക്ക് ചെയ്യാം. ഡിവിഡൻഡിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റിനേക്കാൾ ആണ്. ഇവിടെ നമുക്ക് ഡിവിഡൻഡിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ് 3യും ഡിവൈസറിൻ്റെത് 9 ആണ്, വലുതാണ്. 3യേക്കാൾ ഏത് വലുതായ നമ്പർ, 3നേക്കാൾ 4 ആവാം, ഇപ്പോൾ 24 ആയാലും 25, 26 ഒക്കെ ആയാലും നമുക്ക് റൂൾ 9 അപ്ലൈ ചെയ്യാം. അതായത് ആദ്യത്തെ രണ്ട് ഡിജിറ്റ് സെയിമും ഡിവൈസറിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ് വലുതായാൽ മതി. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 425 ഡിവൈഡ് ബൈ 43യിലും ആദ്യത്തെ രണ്ട് ഡിജിറ്റും സെയിം ആണ്, ഡിവൈസറിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ് ആണ് ഡിവിഡൻഡിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റിനേക്കാൾ വലുത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഓർമ്മിക്കാം ഇത് റൂൾ 9 ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് റൂൾ 9 ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് റൂൾ 9 അറിയില്ല, സാധാ മെത്തേഡിലാണെങ്കിൽ ചെയ്ത ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ റൂൾ 9 ചെയ്യുന്ന സമയത്ത് നമുക്ക് 2-3 സ്റ്റെപ്സ് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ചെയ്യാൻ പറ്റും. 1-2 സ്റ്റെപ്സ് നമുക്കത് ചുരുക്കി എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നെക്സ്റ്റ് കൊടുത്ത തേർഡും ഫോർത്തും ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനും റൂൾ 9 വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് റൂൾ 9 അല്ല. ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് 1-2 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, റൂൾ 9 ക്വസ്റ്റ്യനിലേക്ക് എത്തും. ഇവിടെ നോക്കാം, ആദ്യത്തെ ഡിജിറ്റ് സെയിം അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്കറിയില്ല, ഇത് റൂൾ 9 ആണ് വരാമെന്ന് അറിയില്ല. പക്ഷെ നമുക്കിത് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ് റൂൾ 9 അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെന്ന് തിരിയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, തേർഡ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. 735 ഡിവൈഡഡ് ബൈ 37 എന്നുള്ളത് അങ്ങനെ റൂൾ 9 വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ടൂളിലേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ക്വസ്റ്റ്യൻ എങ്ങനെ പ്ലേസ് ചെയ്യാം. ഡിവിഡൻഡിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് മൈനസ് ഡിവൈസറിൻ്റെ ഡിജിറ്റ് -1 ആണ് ഇക്വേഷൻ അല്ലേ. അങ്ങനെ അപ്പോൾ 3 - 2 - 1, ഇത് 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 3 ഇത് 2 ഡിജിറ്റും 3 - 2 1 ആണ്. 1 - 1 0 റോഡിലായിരിക്കണം ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോഡ്, ഇത് 0 റോഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യണം. 735 നമ്മൾ ടൂള് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്തതിന് ഇനി ആൻസർ റോഡ് കണ്ടുപിടിക്കണം. ആൻസർ റോഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അതെന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഡിവൈസറിനേക്കാൾ വലുതാണോ ഡിവിഡൻഡിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് നോക്കാം, അത് ഈക്വൽ ആണോ ചെറുതാണോ നോക്കിയ സമയത്ത് ഡിവൈസറിനേക്കാൾ വലുതോ ഈക്വൽ ആണെങ്കിൽ ജമ്പ് ചെയ്യണം, ചെറുതാണെങ്കിൽ മാത്രമാണ് ജമ്പ് ചെയ്യാത്തത്. നമുക്കിവിടെ അറിയാം 3നേക്കാൾ വലുതാണ് 7. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ജമ്പ് ചെയ്യണം. ജമ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യന് തൊട്ടടുത്തായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങാൻ പാടില്ല. ഒരു റോഡ് മാറിയായിരിക്കണം ആൻസർ പ്ലേസ് ചെയ്ത്. അപ്പോൾ നമ്മൾ ആൻസർ റോഡ് ഇത് കിട്ടി. ഒരു റോഡ് ആൻസർ റോഡായി കിട്ടിയാൽ അതിന് തൊട്ട് റൈറ്റിലായിട്ട് വരുന്ന 2 റോഡായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ റോഡെന്ന് ഓർമ്മിക്കണം. അപ്പോൾ നമുക്കിവിടെ ഇതാണ് നമ്മൾ ആൻസർ റോഡ്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ ഉള്ളത് ഇവിടെ നോക്കാം. ഇവിടെ 7 ഉണ്ട്. നമുക്ക് 3 7 എത്ര ടൈംസ് എന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം 2 3s are 6 ആണ്. അപ്പോൾ 2 ഇവിടെ പ്ലേസ് ചെയ്തു. ഇവിടുന്ന് 6 ലെസ് ചെയ്യുന്ന സമയത്ത് 6 മീൻസ് 0 6 ആയിരിക്കും ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 6 ലെസ് ചെയ്തു, 0 6 ലെസ് ചെയ്തു. ഇവിടെ 0 ഇവിടെ 6 ലെസ് ചെയ്തു. ഇനി നമ്മൾ എവിടെയാണ് എൻഡ് ചെയ്യുന്നത് അതും തൊട്ടടുത്തുള്ള റോഡായിരിക്കും നമ്മൾ ആൻസർ റോഡ്, ക്വസ്റ്റ്യൻ റോഡ് വരാം. അപ്പോൾ 13 ആണ് ഇനി നമ്മുടെ കയ്യിലെ നമ്പർ 13. അപ്പോൾ 2 എന്ത് ചെയ്യണം, നമ്മുടെ ഡിവൈസറിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 7 14 ആണ്. നമുക്കിവിടെ 13 ആണുള്ളത്, നമുക്ക് 14 വേണം. നമുക്ക് മതിയായ നമ്പർ ഇല്ലാത്ത സമയത്ത് നമുക്കറിയാം റീസ്റ്റോറേഷൻ ഉദ്ദേശിക്കുന്നത്
എന്ത് ചെയ്യണം? ആൻസർ റോഡിൽ നിന്ന് 1 ബീഡ് ലെസ് ചെയ്യുക. ഒരു റോഡ് ജമ്പ് ചെയ്തതിന് ശേഷം ഡിവൈസിൻ്റെ എത്രയാണോ ഡിജിറ്റ് അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഡിജിറ്റ് ഡിവൈസിൻ്റെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് 3 ആയതുകൊണ്ട് 3 ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കിട്ടുന്നത് നോക്കാം. ടൂളിൽ 43 ഉണ്ട്. നമുക്ക് വേണ്ടത് 1 ഇൻറ്റു ഇനി ഈ ആൻസറോട് എത്രയാണോ ബീഡ്സ് അത് ഇൻറ്റു ഡിവൈസിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് മൾട്ടിപ്ലൈ സമയത്ത് 1 ഇൻറ്റു 7 7 ആണ്. നമുക്ക് ഇവിടുന്ന് 7 ലെസ് ചെയ്യണം. നമുക്കിപ്പോൾ 43 ഉണ്ട്. 43 7 ലെസ് ചെയ്യാന്ന് പറയുന്നത് നമുക്കറിയാം ഡയറക്റ്റ് ഇവിടെ 7 ലെസ് ചെയ്യാനില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 10 ലെസ് ചെയ്യുക, 5 ആഡ് ചെയ്യുക, 2 ലെസ് ചെയ്യുക. അതായത് 10 മൈനസ് 10 അല്ലേ, ലെസ് 10 ആഡ് 3 ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നോക്കാം നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എത്രയുള്ളത്? നമ്മൾ ഡിവൈസിന് 2 ഡിജിറ്റും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനോടിലെ ക്വസ്റ്റ്യൻ വരുന്നത് 365 ആണ്. 365 എന്ന് ക്വസ്റ്റ്യൻ കിട്ടി. ഇനി ഈ ക്വസ്റ്റ്യനെ വീണ്ടും എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യണം. അതായത് ഇവിടെ വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 365 ഡിവൈഡഡ് ബൈ നമുക്കിപ്പോൾ ടൂളിലെ ക്വസ്റ്റ്യൻ എത്രയുള്ളത്? 365 ആണ്. അതിന് വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈസറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 37 ആണ് ഡിവൈസർ. നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് എത്തി. അപ്പോൾ നോക്കാം. ഇനി നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കും ഇത് റൂൾ 9 അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ആദ്യത്തെ 2 ഡിജിറ്റ് സെയിം ആയി. ഡിവൈസറിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് ആണ് ഡിവിഡൻഡിൻ്റെ സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ വലുത്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് റൂൾ 9 അപ്ലൈ ചെയ്യാം. റൂൾ 9 അപ്ലൈ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. നമ്മുടെ എവിടെയാണോ ക്വസ്റ്റ്യൻ ഉള്ളത് അതിന് തൊട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ടൂളിലേക്ക് വരുന്ന സമയത്ത് നോക്കാം. ഇതാണ് 365. റൂൾ 9 അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എവിടെയാണോ ഉള്ളത് അതിൻ്റെ തൊട്ട് ലെഫ്റ്റിലെ റോഡിൽ എന്തായാലും നമ്മളൊരു 9 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തൊട്ട് ലെഫ്റ്റിൽ വരുന്ന റോഡ് ഇതാണ്. അതായത് നമ്മൾ വൺസ് റോഡിൽ എന്തായിരിക്കണം? 9 ആഡ് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പം -1 റോഡിലാണോ ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ നിങ്ങൾ 0 റോഡിലായിരിക്കണം 9 ആഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 0 റോഡിൽ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ടാണ് ഫസ്റ്റ് റോഡിൽ. ഇനി എവിടെയാണോ നിങ്ങൾക്ക് ഉള്ളത്, ഇനിയിപ്പോൾ ഫസ്റ്റ് റോഡിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് റോഡിലായിരിക്കണം 9 ആഡ് ചെയ്യേണ്ടത്. തൊട്ട് ലെഫ്റ്റിലായിരിക്കണം ഒരു 9 ആഡ് ചെയ്ത് കൊടുക്കുക. 9 ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 9 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈസറിൻ്റെ ഓരോ ഡിജിറ്റും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇപ്പം നമുക്ക് 9 ആദ്യം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. വീണ്ടും 9 എന്ത് ചെയ്യണം? 7 കൊണ്ടും ലെസ് ചെയ്തിട്ട് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 7 ഇൻറ്റു 9 ടു 7 എത്രയാണ്? 63 ലെസ് ചെയ്യണം. ആദ്യം 9 ടു 3 27 ലെസ് ചെയ്യണം ക്വസ്റ്റ്യനിന്. പിന്നെ 9 ടു 6 എന്ത് ചെയ്യണം? 63യും ലെസ് ചെയ്യണം. അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 9 ടു 3 എന്ന് പറയുമ്പോൾ 27. അപ്പോൾ ആദ്യത്തെ ഈ 2 റോഡ് നമ്മൾ 9 അപ്ലൈ ചെയ്താൽ പിന്നെ 2 റോഡായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ റോഡ്. അപ്പോൾ 27 ഇവിടുന്ന് ലെസ് ചെയ്യണം. 9 ടു 3 27 ആണ്. അപ്പോൾ 27 ഇവിടുന്ന് ലെസ് ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ലെസ് 10 ആഡ് 3 എന്താണ് 9 ടു 7 സെക്കൻഡ് ഡിജിറ്റ് ഓഫ് ഡിവൈസിൻ്റെ മൾട്ടിപ്ലൈ 9 ടു 63 ആണ്. അപ്പോൾ നമുക്കിത് 63 ലെസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് 6 ഇവിടുന്ന് 3 ലെസ് ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെസ് 5 ആഡ് 2. ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. 32 ആണ് ലെഫ്റ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ 32 എന്ന് പറയുന്നത് നമുക്ക് ഡിവൈസറിനേക്കാൾ ചെറുതാണ്. എപ്പോഴാണ് ഡിവൈസറിനേക്കാൾ ചെറിയ എമൗണ്ട് ക്വസ്റ്റ്യനിൽ വരുന്നത് അവിടെ നമ്മൾ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുന്നറിയാം. നമുക്കിവിടെ ആൻസർ കിട്ടി. അതായത് 19 റിമൈൻഡർ 32 ആണ് നമ്മൾ ഇതിൻ്റെ ആൻസർ വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 19 റിമൈൻഡർ 32. നിങ്ങൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്കിപ്പം ഡയറക്റ്റ് നമുക്ക് 232 ഡിവൈഡ് ബൈ 29 ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കറിയാം ഇത് 0 റോഡിലായിരിക്കണം ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. 232 ഇവിടെ കിട്ടി എന്ന് നമുക്കറിയാം. 29 ആണ് നമ്മൾ അതായത് ഇത് റൂൾ 9 അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ്റെ തൊട്ട് ലെഫ്റ്റിലായിട്ട് ഒരു 9 ആഡ് ചെയ്ത് കൊടുക്കുക. 9 ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ 9 കൊണ്ട് എന്ത് ചെയ്യണം?
ഓരോ ഡിജിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം ഡിവൈസറിൻ്റെ. അപ്പോൾ ആദ്യം 9 to 18 ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ലെസ് ചെയ്യുക. പിന്നെ 9 to 9 81 എന്ത് ചെയ്യണം ലെസ് ചെയ്യണം. ആദ്യം 9 into 2 18 ലെസ് ചെയ്യുക. ഇവിടുന്ന് നമുക്ക് 18 ലെസ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് 1ഉം ഇവിടുന്ന് 8 ലെസ് ചെയ്യാൻ ലെസ് 10 ആഡ് 5 ലെസ് 3. നമുക്കിത് വരുന്നത് 52 ആണ്. നമുക്ക് വേണ്ടത് 9 to 9 81 വേണം. 81 നമുക്ക് ഇവിടെ ഇല്ല. അപ്പം എന്ത് ചെയ്യണം ആൻസർ കൊടുന്ന് 1 വീട് ലെസ് ചെയ്യുക. റീസ്റ്റോറേഷൻ ചെയ്യുക. അതായത് ഒരു റോഡ് ജമ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിവൈസറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് 2 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 8 into 9 ചെയ്ത് നോക്കുക. 8 into 9 72 ആണ്. നമുക്കിവിടെ 72 ഉണ്ട്. 72 എന്ത് ചെയ്യുക ലെസ് ചെയ്യുക. അപ്പോൾ ആൻസർ വരുന്നത് 8 ആണ്. 8 ആയിരിക്കും ഇതിന് ആൻസർ വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക 425 divided by 43 ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അതുപോലെ നമ്മൾ 4th ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക ഒന്ന് ചെയ്യാം. ഓക്കെ, താങ്ക് യു.